ഫസ്റ്റ് ഇയർ കഴിയുന്ന സമയത്തോടുകൂടിയാണ് GC Youthൽ കുറച്ചുകൂടി ആക്റ്റീവായി തുടങ്ങിയത്. ആ സമയത്ത് ആ ഒരു സമയം തുടങ്ങി ഞാൻ അറിഞ്ഞ ഈശോനെ പറ്റിയാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. അവിടെ തൊട്ട് ഞാൻ അനുഭവിക്കുന്ന ഈശോയുടെ ഒരു പ്രസൻസിൽ വ്യത്യാസം വന്നു തുടങ്ങി. ഞാനൊരു ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ അഡോറേഷനൊക്കെ ചെന്നിരിക്കുമ്പോൾ ഇതൊരു ജീവിക്കുന്ന ദൈവമാണെന്നും എനിക്ക് ജീവിക്കാൻ ഈ ദൈവം വേണം എന്നുള്ളൊരു റിയലൈസേഷനിലാണ് എൻ്റെ ഒരു സ്പിരിച്വാലിറ്റി ഫെയ്ത്ത് വളരാൻ തുടങ്ങിയത്. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് എവീന മരിയ. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഇന്ന് ഇപ്പോൾ നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞ എൻ്റെ ഈശോയെ പറ്റിയാണ്. ഞാൻ സ്കൂൾ ടൈമിൽ തുടങ്ങി പഠിച്ചിരുന്ന കാലത്തും പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എന്നെ കൂടുതൽ വലിച്ചെടുപ്പിച്ചത് എൻ്റെ അമ്മച്ചിയായിരുന്നു. പിന്നെ പ്രാർത്ഥനയിലൂടെയും ഞാൻ പല സാഹചര്യങ്ങളിലും പഠനത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് പല കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു ഈശോയുടെ അടുത്ത്. ഈശോയെ എനിക്കത് വേണം, ഇത് വേണം, അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റിയിലാണ് ഞാൻ ആദ്യം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ഞാനൊരു സ്കൂൾ ടൈം കഴിഞ്ഞ് കോളേജിലേക്ക് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഫെയ്ത്ത് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഞാൻ കാണുന്ന അവസ്ഥയുണ്ടായി. പ്രത്യേകിച്ച് നമ്മൾ പണ്ട് കാര്യമായിട്ട് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ പോലും കൊന്ത ചൊല്ലിയിരുന്ന ആൾക്കാർക്ക് പിന്നീട് കൊന്ത ചൊല്ലാനുള്ള ആഗ്രഹം കുറഞ്ഞു തുടങ്ങി. അതിനുശേഷം എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടോ, ഞായറാഴ്ച മാത്രം വിശുദ്ധ കുർബാനയ്ക്ക് പോയാൽ പോരെ എന്നുള്ളൊരു ധാരണയിലേക്ക് പതുക്കെ വന്നു തുടങ്ങി. ഇതുപോലെ പതുക്കെ വിശുദ്ധ കുർബാനയിൽ നിന്നും പള്ളിയിൽ നിന്നൊക്കെ അകന്നു തുടങ്ങുന്ന ഒരു പ്രവണത ഒരു കോളേജ് കാലഘട്ടത്തിൽ വന്നു തുടങ്ങി. ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ഒരു കോളേജ് ലൈഫിൽ ആയിരിക്കുന്ന ഏതൊരു യുവാവിനും യുവതിക്കും ഉണ്ടാകുന്ന ഒരു കോമൺ ടെൻഡൻസിയാണ് ഭൂരിഭാഗം പേരും ചെയ്യുന്ന പോലെ ചെയ്യാം. അപ്പോൾ നമുക്കും തോന്നും ഓക്കെ ശരി, അപ്പോൾ എനിക്കും തോന്നി എന്നാൽ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയാൽ മതി, ഇട ദിവസങ്ങളിൽ പള്ളിയിൽ പോകണ്ട, അങ്ങനെ ഒരു ചിന്തയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ GC Youth മൂവ്മെൻറ്റിലേക്ക് വരുന്നത്. അതിനുശേഷം അതിൻ്റെ ഒരു GC Youthൻ്റെ ഒരു 6 പില്ലേഴ്സ് നമ്മൾ കാണുകയും ആ 6 പില്ലേഴ്സിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ പിന്നെ വന്നു തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ഇയർ കഴിയുന്ന സമയത്തോടുകൂടിയാണ് GC Youthൽ കുറച്ചുകൂടി ആക്റ്റീവായി തുടങ്ങിയത്. ആ സമയത്ത് ആ ഒരു സമയം തുടങ്ങി ഞാൻ അറിഞ്ഞ ഈശോനെ പറ്റിയാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. അതുവരെ എനിക്ക് എൻ്റെ ഈശോ എൻ്റെ കാര്യങ്ങളോ ആവശ്യങ്ങളോ സാധിച്ചു തരുന്നൊരു ഈശോ ആയിരുന്നെങ്കിൽ പിന്നെ ഞാൻ കണ്ടത് ജീവനുള്ളൊരു ദൈവത്തെയാണ്. എൻ്റെ കൂടെ നടക്കുന്ന, എൻ്റെ കൂടെ ആയിരിക്കുന്ന, എന്നെ പഠിപ്പിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഓരോ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നൊരു ദൈവത്തെ ഞാൻ പിന്നീട് കണ്ടു. ഞാൻ എൻ്റെ കോളേജ് ലൈഫിൽ ഞാൻ പറഞ്ഞു ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഞങ്ങൾ ആയുർവേദത്തിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് എനിക്കിത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അറ്റ് സം പോയിന്റ് ദൈവം എന്നെ പിന്നെയും ആ ഒരു ശാസ്ത്രത്തിലൂടെ നയിക്കുകയും എനിക്ക് വേണ്ടി ശരിക്കും ഈശോ എനിക്കത് തിരഞ്ഞെടുത്ത് തന്നതാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഈശോ എന്നെ കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം ഞാനിപ്പോൾ പഠിക്കാൻ തുടങ്ങി. കുഴപ്പമില്ലാതെ ആ സബ്ജക്റ്റുകളൊക്കെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ തന്നെ കുറേ പ്രശ്നങ്ങളും അതുപോലെ ഫ്രണ്ട്സുമായിട്ടുള്ള ഇൻട്രാക്ട് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, ചില സബ്ജക്റ്റുകളോടുള്ള ഇഷ്ടക്കേടുകൾ അതൊക്കെ പിന്നെയും പൊങ്ങി വരാൻ തുടങ്ങി. ആ സമയത്താണ് പിന്നെ എനിക്ക് എല്ലാം ഒരു സ്ട്രെസ്ഫുള്ളായി തുടങ്ങി. എനിക്ക് മടുക്കുന്ന അവസ്ഥ വന്നു. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം എല്ലാവർക്കും വരുന്നൊരു അവസ്ഥയാണിത്. ഈ സമയങ്ങളിലാണ് കൂടുതലായിട്ട് കർത്താവായിട്ട് അടുത്തിരിക്കാനും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാനും അതുപോലെ ആരാധനയ്ക്ക് ചെന്നിരിക്കാൻ, അഡോറേഷൻ ചാപ്പലുകളിൽ ചെന്നിരിക്കാനൊക്കെ ഉള്ളൊരു കൃപ ദൈവം തന്നത്. ആ സമയത്ത് അവിടെ തൊട്ട് ഞാൻ അനുഭവിക്കുന്ന ഈശോയുടെ ഒരു പ്രസൻസിൽ വ്യത്യാസം വന്നു തുടങ്ങി. എനിക്കറിയാം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സ്വർഗസ്നായ നന്മ നിറഞ്ഞു പറയുകയൊക്കെ ചൊല്ലുമ്പോൾ അതൊരു വാക്കിൽ മാത്രമായി പോവാതെ പകരം ആ ഒരു വാക്കുകളിലുള്ള ദൈവത്തെ അനുഭവിച്ചറിയാൻ തുടങ്ങി. ഞാനൊരു ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ അഡോറേഷനൊക്കെ ചെന്നിരിക്കുമ്പോൾ ഇതൊരു ജീവിക്കുന്ന ദൈവമാണെന്നും എനിക്ക് ജീവിക്കാൻ ഈ ദൈവം വേണം എന്നുള്ളൊരു റിയലൈസേഷനിലാണ് എൻ്റെ ഒരു സ്പിരിച്വാലിറ്റി ഫെയ്ത്ത് വളരാൻ തുടങ്ങിയത്. സാധാരണഗതിയിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ തൊട്ട് ഒരു ജീവിതത്തിലുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ഈ ഒരു വിശ്വാസം, കർത്താവിലുള്ള വിശ്വാസം എന്നെ സഹായിച്ചു. പല സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇനിയും കൂടുതൽ നന്നായിട്ട് ജീവിക്കാനൊക്കെ ഭയങ്കര പാടാണെന്ന് ഞാൻ വിചാരിച്ച പല സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ സ്നേഹവും കരുണയും ആ അപ്പൻ്റെ സ്നേഹം, പിതാവായ ദൈവത്തിൻ്റെ ഒരു വലിയ സ്നേഹവും കരുണയും ഒക്കെ ഒരുപാട് മുന്നോട്ട് നടത്തി. ഞാനൊരു ഫൈനൽ ഇയർ കഴിഞ്ഞ് ഹൗസ് റെൻസിക്ക് കയറിയ സമയത്താണ് കുറച്ചും കൂടി പിന്നീട് ഞാൻ എൻ്റെ ഒരു സ്പിരിച്വൽ ലൈഫിൽ വളരാനായിട്ട് കർത്താവ് ഇടവരുത്തിയത്. ആ ഒരു സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈശോയെയും ദൈവത്തെയും മറ്റ് മനുഷ്യരെയും സ്നേഹിക്കാനായിട്ട് ആദ്യം നമ്മൾ ദൈവത്തിൽ നിന്ന് പഠിക്കണം എന്നുള്ളൊരു വലിയ റിയലൈസേഷൻ എനിക്ക് കിട്ടി. അങ്ങനെ പതുക്കെ ഈശോയിലേക്ക് കൂടുതൽ അടുത്തിരിക്കാൻ ശ്രമിച്ചു. ഈശോ എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം ഈശോ എന്നെ ഒരുപാട് എൻ്റെ മുറിവുകൾ കാണിച്ചു തന്നു. എൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ ഈശോ എനിക്ക് കാണിച്ചു തന്നു. ആ ഓരോ അവസ്ഥകളിലും ഈശോ ഇറങ്ങി വന്ന് ഈശോ കൂടെ ഇരുന്ന് എന്നെ കെയർ ചെയ്യുന്ന, നമ്മളെ ശുശ്രൂഷിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു ഒരു കുറേ കാലഘട്ടം. ആ ഒരു സമയം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ ഈശോ തരുന്ന ഹീലിങ്ങിനനുസരിച്ച് മറ്റുള്ളവരിലേക്ക് ഈശോയെ കൊടുക്കാനുള്ളൊരു വലിയ ആഴത്തിലുള്ളൊരു ദാഹവും സ്നേഹവും നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അതിനുശേഷം പിന്നീട് എൻ്റെ കോളേജ് ലൈഫ് എടുക്കുമ്പോഴാണെങ്കിലും എൻ്റെ മടുപ്പുകളൊക്കെ ഇടയ്ക്ക് വരുമെങ്കിലും ഈശോയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ, ഞാൻ എൻ്റെ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി അത് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി എന്തൂസിയാസ്റ്റിക് ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എനിക്ക് മനസ്സിലാക്കി തന്നു കർത്താവ്. എനിക്ക് ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ഉള്ളിൽ ഈശോ തന്നേക്കുന്ന മാമോദിസ സമയത്ത് തൊട്ട് നമുക്ക് തന്ന പരിശുദ്ധാത്മാവിനെ സ്ഥൈര്യലേപനത്തിലൂടെ കിട്ടിയ ആ ഒരു സ്ഥിരീകരണം, അതിനൊക്കെ ശേഷം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലൊക്കെ വളരെ ഒരു കനലിൽ പൊടി വീണ് കിടക്കുന്ന ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുവോ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ, അത്രയും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പിന്നീട് ഒരു കൺവിക്ഷൻ കിട്ടി. അങ്ങനെ പിന്നെ പരിശുദ്ധാത്മാവിനോട് കൂടുതൽ സംസാരിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്വരം കേൾക്കാനും അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് കുറച്ചും കൂടി ഒന്ന് കർത്താവിനെ മോൾഡ് ചെയ്തെടുത്തു. ഇപ്പോൾ ജീവിതം എന്ന് പറയുമ്പോഴേ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരു ചെറിയൊരു ജീവിതമാണ്, കുറച്ച് നാളേ ഉള്ളൂ. പക്ഷേ ആ ഒരു ജീവിതത്തിൽ ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ, ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് പറയുമ്പോൾ, ഈശോ ആഗ്രഹിക്കുന്നത് ചെയ്യുമ്പോൾ ഒരു മാറ്റം ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിരുന്നു, എസ്പെഷ്യലി വീട്ടുകാരായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരുന്നു. പക്ഷേ ഈ ഒരു കുറച്ച് നാളുകളായിട്ട് കർത്താവ് എനിക്ക് തരുന്നൊരു വലിയ സമാധാനം, സന്തോഷം, ഒരു ആനന്ദമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഇപ്പോൾ ഒരു പ്രശ്നം പിടിച്ചൊരു ടോക്കാണെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ എങ്ങനെ സംസാരിക്കണം, എന്ത് ചെയ്യണം, അങ്ങനെ ഓരോ കുഞ്ഞു കാര്യത്തിൽ വരെയും നല്ലൊരു ഗൈഡൻസ് കർത്താവ് തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഉള്ളിലൊക്കെ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പിതാവായ ദൈവത്തെയും ഈശോയെയും സ്നേഹിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം അവരാഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എസ്പെഷ്യലി നമ്മളെ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ദൈവത്തിനാണ് നമ്മുടെ പൊട്ടൻഷ്യലി നമ്മളെക്കാൾ നന്നായിട്ട് അറിയാവുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് സോഴ്സിലേക്ക് ട്യൂൺഡ് ആകുമ്പോഴാണ്, ഒരു റേഡിയോയിൽ കറക്റ്റ് ഫ്രീക്വൻസിയിൽ ട്യൂൺഡ് ആകുമ്പോഴാണ് നമുക്കതിനകത്ത് കൃത്യമായിട്ടുള്ള ശബ്ദം കേൾക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കർത്താവുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് ഈശോയുടെ കൂടെ നടക്കാൻ ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.